ഗായ്സ്, നിങ്ങൾ കാട്ടിൽ കടവ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കരുനാഗപ്പള്ളിയിലുള്ള വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കസിൻ്റെ മാരേജാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വന്നു, ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഒന്ന് വൈബ് ഓഫായിരുന്നപ്പം വിചാരിച്ച് കാട്ടിൽ കടവൊന്ന് നോക്കാം. കാരണം അവൻ പറഞ്ഞാണ് ബ്രോ നൈസ് പ്ലേസാണ്, കുറച്ച് നേരമൊക്കെ അവിടെ ചില്ല് ചെയ്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഗൂർഖ കുട്ടൻ ഒന്നും പറയാണ്ടാക്കി ഇടയ്ക്ക് ക്ലച്ച് അടിച്ച് പോയി, ക്ലച്ച് മാറ്റി. വെരി ചീപ്പ്, 3500 രൂപയുള്ളൂ. കാരണം ഒരിക്കലും ഫോഴ്സ് ഗൂർഖ എക്സ്ട്രീമിൻ്റെ ക്ലച്ചിന് ഇത്ര രൂപയുള്ളതെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഡെഫിനറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പം ക്ലച്ച് മാറ്റി, ഭയങ്കര സ്മൂത്ത് ക്ലച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഇത്രയും കാലം ഇപ്പോൾ അറൗണ്ട് 50,000 കിലോമീറ്റേഴ്സൊക്കെ ആയി. ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ എക്സ്ട്രീം ഓഫ് റോഡർ ചാമ്പ്യൻ ബ്രോയിലെ ഡോക്ടർ ഫഹദ് പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. അപ്പം ആദ്യത്തെ ക്ലച്ചാണ് ഈ വണ്ടിയിൽ ആക്ച്വലി മാറുന്നത്. ക്ലച്ച് മാറ്റിയപ്പോൾ ഭയങ്കര സ്മൂത്ത്, ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല ഇത്രയും സ്മൂത്താണ് ഗൂർഖയുടെ ക്ലച്ചെന്ന്. പക്ഷേ എനിക്കും അവനും അതേപോലെ തന്നെ ഒരല്പം ഹാർഡ് ക്ലച്ചാണ് ഇഷ്ടം. കാരണം നമ്മളതിൽ ശീലിച്ച് വേണ്ട. അപ്പോൾ ശരി, അപ്പം നമ്മളിപ്പം ആ റൂട്ടിലോട്ട് പോകും. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. റോഡ് മൊത്തം ഓഫ് റോഡാണ്, താങ്ക്സ് ടു PWD ആൻഡ് അതോറിറ്റീസ്. അപ്പോൾ ഇതാണ് സ്ഥലം, കാട്ടിൽ കടവ് എന്ന് പറയുന്ന സ്ഥലം. ബേസിക്കലി അവിടെ ഒരു ലേക്ക്, വലിയ റിവർ പോലത്തെ സംഭവമാണ്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ വന്ന ഉച്ചയ്ക്കാണ് ആക്ച്വലി, വൈകുന്നേരം വരണം, നൈസാണ്. പിന്നെ അതോറിറ്റീസും ലോക്കൽസും ഒന്നും ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, അടിപൊളി വൈബാണ് കേട്ടോ. നട്ടുച്ചയായാലും ആ തണുത്ത കാറ്റൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലോക്കൽസിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് താമസിയാതെ വരും. കാരണം ഇപ്പോഴും ആൾക്കാർ കടത്ത് തോണിയാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് 2026 കമോൺ. സോ ഇതാണ് കാട്ടിൽ കടവെന്ന് പറഞ്ഞ സ്ഥലം. പണ്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെയല്ല, ഇതൊക്കെ എന്താ പറയുക, ഈ ചെറിയ ബ്രിഡ്ജില്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്ത്. പിന്നെ ഇതൊന്നും മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. നല്ലൊരു കോഫി ഷോപ്പും ഇല്ലേ, ചെറിയൊരു ഈട്ടറി പോലൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അടിച്ച് ബ്ലാസ്റ്റ് ചെയ്ത സ്ഥലം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതോറിറ്റീസിനായാലും ദീർഘവീക്ഷണമില്ലാത്ത നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയുന്ന പോലെ ഇതൊക്കെ വല്ല തായ്ലാൻഡിലോ മലേഷ്യയിലോ വല്ല ആയിരിക്കണമായിരുന്നു. കണ്ട മെയിൻ്റനൻസ് ഒന്നും ഇല്ല, ബട്ട് നേച്ചർ ഈസ് ട്രൈങ് ഇറ്റ്സ് ലെവൽ ബെസ്റ്റ് ടു മെയിൻറ്റെയിൻ ഹെർ ബ്യൂട്ടി. ഇതതിൻ്റെ സൈഡിലത്തെ വ്യൂ ആണ്. അടിപൊളി. ഇവിടെ 2 കസേരയൊക്കെ ഇട്ടിരുന്നുണ്ടല്ലോ, ഇവിടെ ക്യാമ്പ് ചെയ്യാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. രാത്രി വണ്ടി എടുത്തുകൊണ്ടിരുന്നിട്ടിരുന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ഡവറായ ഓളികളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട ബോട്ടിൽ കിടക്കണം നോക്ക്. എടാ, നിനക്കൊക്കെ ആംബിയൻസിന് കൂച്ചാൻ വന്നു കഴിഞ്ഞാൽ ഇത് കുടിച്ചോ, ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നീയൊക്കെ കൊണ്ട് ട്രാഷ് ഇവിടെ ഇട്ടിട്ട് എന്തിനാണ് പോകണത്? നല്ല സെൻസിബിൾ അല്ലെങ്കിൽ മര്യാദയായിട്ട് കുടിക്കുന്ന ആൾക്കാർക്ക് വരെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കുടിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഓഫ് ടോപ്പിക്ക് പോവുകയാണ്. നമ്മളവിടെ പരിചയപ്പെട്ടൊരു പയ്യനാണ്, നൈസാണ്. അവൻ അവിടുത്തെ വൈബ് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഈ ആൾക്കാർ നമ്മുടെ നാട്ടുകാരാണ് പ്രശ്നം. നല്ല സ്ഥലങ്ങളൊക്കെ വൃത്തിയേടാക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പം കരുനാഗപ്പള്ളിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക, സപ്പോർട്ട് ദിസ് പ്ലേസ്. പിന്നെ ദൈവത്തെ ഓർത്ത് ട്രാഷ് ചെയ്യരുത്. ഫോട്ടോ റീല് അതൊക്കെ എടുത്തിട്ടൊക്കെ പോയിക്കോ, എൻജോയ്. വെള്ളത്തിലൊന്നും എടുത്ത് ചാടരുത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയി.